ഏതാണ്ട് 300-ലധികം പേജുണ്ട്. അഡീഷണൽ സെഷൻസ് ജഡ്ജി ശേഷാദ്രിനാഥന്റെ വിധി. ഈ ജഡ്ജിയെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം. മുഖം നോക്കാതെ നിയമം മാത്രം നോക്കി കൃത്യമായി വിധി എഴുതുന്നയാളാണ്. ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം പരിഗണിച്ചുകൊണ്ടും വിധിക്കുകയില്ല. അദ്ദേഹം വിധി പറയണമെങ്കിൽ നിയമപുസ്തകത്തിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കണം. അതുകൊണ്ടാണ് ഒരു ജഡ്ജിക്ക് എങ്ങനെ ഇത്തരം ഒരു കൊലപാതക കേസിൽ ശിക്ഷ വിധിക്കാൻ കഴിയുമോ അത്രയേറെ ജാഗ്രതയോടെ, അത്രയേറെ ഉത്തരവാദിത്വത്തോടെ വിധി പ്രഖ്യാപിച്ചത്. അതിക്രൂരമായ കൊലപാതകമായതുകൊണ്ട് തന്നെ വധശിക്ഷ വേണം എന്നത് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ആവശ്യമാണ്. അത് ന്യായമായ കാര്യം തന്നെ. അങ്ങനെ അവർക്ക് ആവശ്യപ്പെടാൻ കഴിയും. എന്നാൽ അവർ ആവശ്യപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം, അതാണ് പൊതുജന വികാരം എന്നതുകൊണ്ട് മാത്രം ഒരു ജഡ്ജിക്ക് അങ്ങനെ വിധിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് വധശിക്ഷ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു എത്തിക്സ് അതിനെതിരാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മിക്കയിടത്തും, ബ്രിട്ടൻ അടക്കമുള്ള മിക്ക രാജ്യങ്ങളിലും വധശിക്ഷ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ കൊടുക്കണമെങ്കിൽ റയറസ്റ്റ് ഓഫ് ദി റയർ എന്ന കാറ്റഗറിയിൽ വരണമെന്നും എന്തുകൊണ്ട് ആ കാറ്റഗറിയിൽ വന്നു എന്ന് ജഡ്ജി വിധിന്യായത്തിൽ എഴുതി വയ്ക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെ തീർച്ചയായും ഇരട്ട കൊലപാതകം അപൂർവമായ ഒന്നാണ്. പക്ഷേ ആദ്യത്തെ ഇരട്ട കൊലപാതകമല്ല കേരളത്തിൽ നടക്കുന്നത്. ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകവുമല്ല. അതുകൊണ്ട് തന്നെ റയറസ്റ്റ് ഓഫ് ദി റയർ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത് അബദ്ധമായിരിക്കുമെന്നും അത് കൂടുതൽ തർക്കങ്ങൾക്കും ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി ഒരുപക്ഷെ ജീവപര്യന്തം പോലും ഇല്ലാതാവുന്ന സാഹചര്യവും സൃഷ്ടിക്കുമെന്ന് ജഡ്ജിക്ക് അറിയാമായിരുന്നു. ഗോവിന്ദചാമിയുടെ കാര്യം മാത്രം എടുക്കുക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് എന്തായി? അതുകൊണ്ട് തന്നെ ഒരു ആവേശത്തിന് വേണ്ടി വേണമെങ്കിൽ വധശിക്ഷ വിധിക്കാം. പക്ഷെ അത് അടിസ്ഥാനപരമായി പ്രതികൾക്ക് ഗുണം ചെയ്യുകയേ ഉള്ളൂ. സുപ്രീം കോടതിയുടെ നിലപാട് വധശിക്ഷ പാടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ മാനദണ്ഡത്തിന് വിരുദ്ധമായി വധശിക്ഷ വിധിച്ചാൽ തീർച്ചയായും ഇരട്ട ജീവപര്യന്തം പോലും ഒരു ജീവപര്യന്തമായി താന്നെന്ന് വരാം. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വാസ്തവത്തിൽ ഇങ്ങനെ സൂക്ഷ്മമായ ഒരു ജഡ്ജ്മെന്റ് വന്നത്.